നമസ്കാരം, മീഡിയ കേരളയുടെ ഏറ്റവും പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ലോഗോ ഫുഡ് എക്സ്പ്ലോറിംഗോ ആയിട്ടല്ല, പുതുതായി യൂട്യൂബിലേക്ക് കടന്നു വരുന്ന സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. നമ്മുടെ മലയാളികളുടെ ഇടയിൽ നിന്ന് തന്നെ വളരെ വ്യത്യസ്തമായ കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിച്ച് വളരെ പെട്ടെന്ന് ജനശ്രദ്ധ ഏറ്റുവാങ്ങിയ നമ്മുടെ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്. സുഹൃത്തുക്കൾ, ഒരു തുടക്കക്കാരൻ ഒരു യൂട്യൂബ് വ്ളോഗർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, യൂട്യൂബ് വ്ളോഗിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തന്നെ ഇതൊക്കെ തന്നെ നമുക്ക് അവരിൽ നിന്ന് തന്നെ അവരുടെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് കണ്ടു അറിയാം. എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേർ നിങ്ങൾക്കായി വാട്സപ്പ് വഴി അവരുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും അയച്ചു തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമസ്കാരം, ഞാൻ ഫുഡ് ആൻഡ് ട്രാവൽ ചാനലിലെ എബിൻ. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മീഡിയ വൈറൽ കേരളയിലെ ശരത്തിന് വേണ്ടിയാണ്. ശരത്ത് എന്നോട് ചോദിച്ചിരുന്നു, എബിൻ ചേട്ടാ, ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോഴത്തേന് നമ്മൾ നല്ലൊരു ക്യാമറ ഒക്കെ എടുത്താണോ തുടങ്ങേണ്ടത്, അതോ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാമറ വെച്ച് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വെച്ച് വീഡിയോ എടുത്ത് തുടങ്ങാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളൊരു ചാനൽ തുടങ്ങുമ്പം ഒരു മൊബൈൽ ഫോണിലൊക്കെ വീഡിയോ എടുത്താണ് തുടങ്ങേണ്ടത്. കാരണം നമുക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടാവും. എനിക്ക് കുറേ നാൾ ചമ്മലുണ്ടായിരുന്നു ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാനായിട്ട്. അപ്പോൾ ആ ചമ്മലൊക്കെ മാറി വരാനായിട്ട് മൊബൈൽ ഫോണിൽ നമുക്ക് എടുത്തു തുടങ്ങാം. മൊബൈൽ ഫോണാണെങ്കിൽ വളരെ ഈസിയാണ്, നമ്മൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന സാധനമാണ് മൊബൈൽ ഫോൺ. സോറി കേട്ടോ, ഞാൻ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ മൊബൈൽ ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വഴിയരിയിൽ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു മൊബൈൽ ഫോണിൽ ആ വീഡിയോ എടുത്ത് ശരത്തിനെ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ മൊബൈൽ ഫോണിൽ എടുത്ത് തുടങ്ങുക. നമ്മൾ ഒന്ന് നല്ലതായിട്ട് പരിചയമായി കഴിഞ്ഞിട്ട് പറ്റുന്ന ഒരു ക്യാമറ, വ്ളോഗിങ്ങിന് ഇഷ്ടംപോലെ ക്യാമറകളുണ്ട്, അതൊക്കെ പതുക്കെ ചെയ്ത് തുടങ്ങാവുന്നേ ഉള്ളൂ. ആദ്യം ചാനൽ ഒന്ന് ഗ്രോ ആയി വന്നു കഴിഞ്ഞ് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. മൊബൈൽ ഫോണ് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, നമുക്ക് കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന സാധനമാണ്. എപ്പോൾ വേണേലും എടുത്ത് വീഡിയോ ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹാരിസ് അമീർ അലി. ചെറിയ ചാനലൊക്കെ ഉണ്ട്, ഹാരിസ് അമീർ അലി, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. യാത്രാ ചാനലാണ്. അപ്പോൾ ശരത് പറഞ്ഞ പ്രകാരം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ, അതായത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഒരുപാട് ലക്ഷങ്ങളൊന്നും മുടക്കി അല്ലെങ്കിൽ ആയിരങ്ങളും പതിനായിരങ്ങളൊന്നും മുടക്കിയിട്ട് വില കൂടിയ ക്യാമറകളൊന്നും ആദ്യഘട്ടത്തിൽ മേടിക്കേണ്ട ആവശ്യമില്ല. ശരത് പറഞ്ഞതിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് തുടക്കക്കാർക്ക് സാധാരണ ഇപ്പം ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകളെല്ലാം തന്നെ വളരെ നല്ല മികച്ച ക്ലാരിറ്റിയുള്ള ക്യാമറകളോട് കൂടിയത് തന്നെയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എനിക്കൊരു ചെറിയ ഉദാഹരണം പറയുന്നത്, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും M4Tech, അതുപോലെ തന്നെ ജിയോ ജോസഫ്, അതുപോലെ തന്നെ മാസ്റ്റർ പീസ്, നിസാർ ഭായി, ആദിൽ ഭായി ഒക്കെ തന്നെ നിങ്ങളെ ചാനലുകൾ ശ്രദ്ധിച്ചാൽ കാണാം. അതിനകത്തൊക്കെ തന്നെ ഒരുപാട് വീഡിയോസ് മൊബൈലിലെടുത്ത വീഡിയോസ് ഉണ്ട്. അവരെല്ലാം നിസാർ ഭായി ഒക്കെ, അതായത് മാസ്റ്റർ പീസിൻ്റെ ഒക്കെ തന്നെ പലതും മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണതൊക്കെ കാണാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ മറ്റ് പ്രൊഫഷണൽ ക്യാമറകളിൽ തന്നെ ചെയ്യുന്നത് എങ്കിലും ഒരുപാട് എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾ നല്ല രീതിയിൽ തന്നെ ആദ്യത്തെ ഒരു 50,000 അല്ലെങ്കിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുന്നത് വരെ മൊബൈലിൽ തന്നെ നല്ല നല്ല വീഡിയോകൾ തയ്യാറാക്കി മൊബൈലിൽ തന്നെ എഡിറ്റൊക്കെ ചെയ്ത് മൊബൈലിൽ കൂടി തന്നെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളും പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ പൈസ ഒരു വിഷയമാക്കേണ്ട, നല്ലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് തയ്യാറാക്കി നിങ്ങളും യൂട്യൂബ് എന്ന വിശാലമായ ലോകത്തേക്ക് കടന്നു വരും. ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്ക് അത്തരം ഒരു കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും വരിക. യൂട്യൂബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സീരിയസ് ആയിട്ട് യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരിക. ആദ്യഘട്ടത്തിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ തന്നെ ധാരാളമാണ്. അപ്പോൾ മുന്നോട്ട് വരിക. എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഹലോ ഗൈസ്, ഞാൻ അരുൺ. നമ്മുടെ ബൈക്ക് ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് എനിക്ക് ഈ ശരത്തേട്ടൻ മെസ്സേജ് അയക്കുന്നത്, അതായത് വ്ളോഗിങ്ങിനെ കുറിച്ചിട്ട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞത്. ഇപ്പം നിലവിൽ ഞാൻ ചാനൽ തുടങ്ങിയ അവസരത്തിൽ DSLR ഷൂട്ട് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ ഞാനത് മെല്ലെ മൊബൈലിലേക്ക് ആക്കി. സ്റ്റാർട്ടിങ് മുതൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ മൊബൈലിൽ തന്നെയാണ്. അതായത് വിവോ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണത്. എൻ്റെ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഫുൾ HD-യിലൊന്നുമല്ല ഞാൻ അപ്ലോഡ് ചെയ്യണത്. വലിയ ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കും തോന്നാറൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. നമ്മൾ വലിയ 4K അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ DSLR 5D Mark 4 ഒക്കെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഇടുന്ന കണ്ടന്റിലാണ് ശരിക്കും നമ്മുടെ ചാനലിലെ വിജയം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇടുന്ന കണ്ടന്റ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണമെന്ന് തോന്നിയാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഷെയറും ലൈക്കും
സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടി വരുമല്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ വീഡിയോ പുതുതായിട്ട് ചാനൽ തുടങ്ങി നിങ്ങൾ പുതുതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ പരമാവധി ആരും തിരഞ്ഞെടുക്കാതെ സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ വരുന്ന അവസരത്തിൽ ബൈക്കിന് മാത്രമായിട്ട് വേറെ ചാനലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഇപ്പോൾ ഒരു 10 മാസം കൊണ്ട് 2,17,000 16,000 സംതിങ് ആണെന്ന് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് ഇപ്പം തന്നെ ആയി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ നിങ്ങളിപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചാനലിൽ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം സബ്സ്ക്രൈബേഴ്സിലൊന്നും യൂട്യൂബ് ചാനലിൽ വലിയ ഇതൊന്നുമില്ല. നമുക്കൊരു റേറ്റിംഗ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഒരു ചാനലിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൈസ തരുന്നത് വ്യൂവേഴ്സിൻ്റെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. വ്യൂവേഴ്സും അതേപോലെ തന്നെ വാച്ചിങ് ടൈമിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും പിന്നെ നമ്മുടെ വീഡിയോൻ്റെ മുമ്പിൽ യൂട്യൂബ് കുറച്ച് പരസ്യം കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യൂട്യൂബിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ പൈസ കണ്ടിട്ട് ഒരാളും ഈ ഒരു ഞാൻ പറയാൻ ഇതിലേക്ക് വരരുത്. ഞാനൊന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒന്നും വിചാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൈസ ആഗ്രഹിച്ചിട്ട് ഒരു കാരണവശാലും ഈ ഒരു ഫീൽഡിലേക്ക് വരാണ്ടിരിക്കുക. എനിക്ക് ഏകദേശം ചാനൽ തുടങ്ങി ഒരു 6 മാസത്തിന് ശേഷമാണ് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത്. എനിക്ക് പിന്നെ എൻ്റെ പ്രൊഫഷൻ ഇതല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പ്രൊഫഷനാക്കി എടുക്കണവര് പിന്നെ ഈ പറഞ്ഞ പോലെ പൈസ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷി പറഞ്ഞ 50,000 രൂപയുടെ ക്യാമറ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത്യാവശ്യം കാശ് കൊടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് പിന്നീട് നിങ്ങൾക്ക് കാശും കാര്യങ്ങളൊന്നും യൂട്യൂബിൽ നിന്ന് കിട്ടാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പരമാവധി സിമ്പിളായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ഇടുന്ന കണ്ടന്റ് നന്നാക്കാൻ ശ്രമിക്കുക. കണ്ടന്റ് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചാനൽ സക്സസ് ആവും. ആർക്കെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ നോക്കാം. പിന്നെ എനിക്ക് ഈ ചാനൽ യൂട്യൂബിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൂടെ നമുക്ക് കംഫർട്ട് എന്ന് പറയുന്നത് മൊബൈലാണ്. നമ്മൾ എന്ത് വീഡിയോ ചെയ്യാൻ വെച്ചാലും നമ്മൾ ചെയ്യണ കണ്ടന്റ് മാത്രമാണ് ആൾക്കാർ നോക്കുള്ളൂ. പരമാവധി കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഈ ജിയോൻ്റെ സിമ്മൊക്കെ വന്നതിന് ശേഷം ഒക്കെ മൊബൈലിൽ തന്നെയാണ് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് 4K ആവശ്യം വരില്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ 1.5 GB 4K ഒരു അരമണിക്കൂർ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 GB കഴിയും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആളുകളൊക്കെ റെസൊല്യൂഷൻ കുറച്ചിട്ടൊക്കെ ചെയ്യണത്. അപ്പോൾ പരമാവധി നിങ്ങൾ ഈ DSLR കാര്യങ്ങളൊന്നും സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാങ്ങാണ്ട് മൊബൈൽ നല്ലൊരു മൊബൈൽ നോക്കി വാങ്ങും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് OnePlus 6 ഏകദേശം ഒരു 10-25 രൂപ OnePlusൻ്റെ സെക്കൻഡ് മൊബൈലും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഐഫോണിൻ്റെ ക്യാമറയും പറഞ്ഞ പോലെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റെബിലൈസേഷനൊക്കെ ഉള്ള നല്ല ക്യാമറ തന്നെയാണ്. അപ്പോൾ മൊബൈലിൽ നിങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ചാനൽ സക്സസ് ആവുന്നുണ്ടോ നോക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കാശൊക്കെ കിട്ടി തുടങ്ങി നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ തുടങ്ങാം. നല്ലൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടി തുടങ്ങിയെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് യാതൊരുവിധ കാരണവശാലും യൂട്യൂബിലേക്ക് വരുന്നതോടുകൂടി ഈ പറഞ്ഞ 50,000-60,000 രൂപയുടെ ക്യാമറ കാര്യങ്ങളൊന്നും വാങ്ങാതിരിക്കുക. എങ്ങാനും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ചാനൽ എങ്ങാനും ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കും. പിന്നീട് നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങി വീണ്ടും ഇതേപോലെ ആയി വരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ പറയാനുള്ള ഒരു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പരമാവധി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് ശ്രമിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 10 മാസമായിട്ടുണ്ടെങ്കിൽ 10 മാസത്തോളം ആയെങ്കിൽ എനിക്കൊരു മടുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോഴും സമയം കണ്ടെത്തിയത് ഇപ്പോൾ ഓൾറെഡി ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയില്ല. ഞാൻ എൻ്റെ പ്രൊഫഷൻ ഇതല്ലെങ്കിൽ കൂടെ ഞാൻ സമയം കണ്ടെത്തിയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. ആ ഒരു ടച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ തോന്നില്ല. അതിപ്പോൾ ഇത് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ മലയാളികളും എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെ. ഇപ്പോൾ പരമാവധി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കാണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഡെയിലി വീഡിയോസ് ഇടാനല്ല, മാക്സിമം ഒരു ആഴ്ചയിൽ 2-3 വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് നല്ല കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്ര കാര്യങ്ങൾ തന്നെ പറയാനുള്ളൂ. ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പരമാവധി നിങ്ങൾ വരുന്ന സമയത്ത് വില കൂടിയ ക്യാമറ കാര്യങ്ങളൊന്നും വാങ്ങാണ്ടിരിക്കുക. നിങ്ങൾ ഇടുന്ന കണ്ടന്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ആത്മാർത്ഥത നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിലൊക്കെ നിങ്ങളൊരു ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സക്സസ് ആവും. നിങ്ങളുടെ ചാനൽ സക്സസ് ആവും. പിന്നീട് നല്ല രീതിയിൽ വരുമാനമൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം മാത്രം ഈ പറഞ്ഞ പോലെ ഫോട്ടോഷോപ്പിലല്ല വില കൂടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വാങ്ങുക, ലാപ്ടോപ്പ് വാങ്ങുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ വ്ളോഗിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. അപ്പോൾ ശരി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അനസ്. ട്രിപ്പ് കമ്പനി എന്ന് പറയുന്ന ചെറിയൊരു ചാനലുണ്ട്. ഫുഡും ചെറിയ രീതിയിൽ യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. മീഡിയ വൈറൽ കേരളയിലെ ശരത്ത് നമ്മോട് ചോദിച്ചിരിക്കുന്നത് പുതിയതായി യൂട്യൂബിലേക്ക് വരുന്ന സുഹൃത്തുക്കൾ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വേറെ ആരൊക്കെ ഈ വീഡിയോയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. പുതിയ യൂട്യൂബിലേക്ക് വരുമ്പോൾ നിങ്ങൾ ക്യാമറയൊന്നും ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ വരണം എന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ മൊബൈൽ അത് എല്ലാ മൊബൈലിലും ഇപ്പോൾ ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫുൾ HD വീഡിയോയും അതിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. കൈൻ മാസ്റ്റർ, പവർ ഡയറക്ടർ തുടങ്ങിയ ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷനൊക്കെ വെച്ച് നിങ്ങൾക്ക് തന്നെ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ ഒന്നും കൂടി ഇതിൽ സീരിയസ് ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൊബൈലിൽ എടുക്കുന്ന വീഡിയോ ഒരു ലാപ്ടോപ്പോ സിസ്റ്റമോ ഉപയോഗിച്ച് അതിൽ നല്ലൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് അതിൽ വെച്ച് എഡിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ വീഡിയോ ക്വാളിറ്റി നന്നായി നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വീഡിയോയിലെ സ്റ്റെബിലൈസേഷനും നോക്കുന്നുണ്ടെങ്കിൽ
ഒരു 10,000 രൂപയുടെ താഴെയുള്ള ഗിംബൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. ഇത് സീരിയസ് ആയി യൂട്യൂബിലേക്ക് നോക്കുന്നുണ്ട് എന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സീരിയസ് ആയി യൂട്യൂബിൽ സ്വന്തമായ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും ഭാവിയിൽ ഗുണം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഓക്കെ, ബൈ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ അംബരീഷ് മുകുന്ദൻ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് കൊച്ചി വ്ളോഗ് എന്നാണ്. അപ്പോൾ മീഡിയ വൈറൽ കേരളയിലെ ശരത്ത് എന്നോട് ആവശ്യപ്പെട്ടു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്, ബ്ലോഗിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ടിപ്സും അറിവും ഒക്കെ തരാനായിട്ട്. അപ്പോൾ ബ്ലോഗിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളും ഒന്നും വേണ്ടാത്തൊരു സംഭവമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയ്ക്ക് താഴെയുള്ള നല്ലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ബ്ലോഗിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിലെടുക്കുന്ന റഷസും കാര്യങ്ങളും എല്ലാം എഡിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്പുകൾ ഇന്ന് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ഐഫോൺ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഫ്രീ ആയി തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഫുൾ ഹൈ HD ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് വളരെ മനോഹരമായി എഡിറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ വ്ളോഗിംഗ് ഒരു ചിലവേറിയ ഒരു പ്രോസസ്സല്ല. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ സഞ്ജു ടെക്കിയും അതുപോലെ തന്നെ അരുൺ സ്മോക്കിയും ഒക്കെ വളരെ ചെലവ് കൊണ്ട് അവരുടെ സ്വന്തം കയ്യിലിരിക്കുന്ന യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് അവർ വ്ളോഗിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളൊരു റീച്ചിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയും നല്ല നല്ല ഡിവൈസുകളും എക്യുപ്മെന്റുകളും വ്ളോഗിങ്ങിന് വേണ്ടി വാങ്ങിക്കുകയും നിങ്ങൾക്ക് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ കൊണ്ട് നിങ്ങൾക്ക് വളരെ മനോഹരമായി നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പൈസ ഉദ്ദേശിച്ച് ആരും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ നിങ്ങൾ നോക്കണ്ട. കാര്യം ഇത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ല. നിങ്ങളുടെ മനസ്സിലൊരു പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷൻ നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ശരത്തിനെ ആയാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ. നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. നമ്മുടെ മീഡിയ വൈറൽ കേരളയിലെ ശരത്ത് ബ്രോ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ വെച്ചിട്ട് എങ്ങനെ വീഡിയോ വ്ളോഗിങ് ചെയ്യാം. ശരിക്കും മൊബൈൽ വെച്ചിട്ട് ചെയ്യാം, പ്രശ്നമില്ല. ആദ്യം നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് അതാണല്ലോ പ്രധാനം. കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ ക്ലാരിറ്റി രണ്ടാമതാണ്. ക്ലാരിറ്റി ഇത്തിരി കുറഞ്ഞെന്നാലും കണ്ടന്റ് നല്ലതാണെങ്കിൽ കാണുന്ന ആൾക്കാർ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യൂസ് കൂടും. അപ്പം നിങ്ങൾക്ക് പതുക്കെ പൈസ കിട്ടാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് പതുക്കെ വേണമെങ്കിൽ DSLR വാങ്ങിച്ച് എന്താ പറയുക നല്ല രീതിയിൽ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആദ്യമേ തന്നെ നമ്മൾ അധികം പൈസ മുടക്കണം എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് അധികം അഭിപ്രായമില്ല. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ആരെങ്കിലും കയ്യിൽ നല്ല ക്യാമറ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കാം. അത് നമുക്ക് എപ്പോഴും പോസിബിളാണ് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ വെച്ചോ എന്താ പറയുക ചെറിയ ക്യാമറകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. നല്ല കണ്ടൻറ്റാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ നിങ്ങൾ അംഗീകരിക്കും. അപ്പോൾ നിങ്ങൾ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇത് തുടർന്നുകൊണ്ട് പോകണോ വേണ്ടയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ DSLR അല്ലെങ്കിൽ നല്ല ക്യാമറ വാങ്ങിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇത് തുടർന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് വൻ നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൊബൈലിൽ തുടങ്ങി നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. ആദ്യമേ തന്നെ ഉറപ്പായിട്ടും നമ്മളെ ഒരു നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. മൊബൈലായാലും എന്ത് ഇതാണെങ്കിലും നിങ്ങൾക്ക് സൂപ്പർ കണ്ടന്റ് ആണോ അതാണ് ഏറ്റവും പ്രധാനം. നല്ല കണ്ടന്റിൽ വീഡിയോ ചെയ്യുക. അപ്പം പതുക്കെ നമുക്ക് നല്ല ക്യാമറയൊക്കെ വാങ്ങിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ആശംസകൾ. അധികം സാധനങ്ങളൊക്കെ വാങ്ങി കാശ് കളയേണ്ടെന്ന് എന്തിനും ഉള്ളതൊക്കെ വെച്ച് ചെയ്താൽ മതി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹാഷ്മിഷ് ധാരൻ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് #ട്യൂബ് എന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെറ്റ്സ് റിലേറ്റഡും ആനിമൽ റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ട്രാവലും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മീഡിയ വൈറൽ കേരളയിലെ ശരത്തിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. ശരത്ത് ചോദിച്ചിരിക്കുന്നത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ഫസ്റ്റ് തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു ക്യാമറയൊക്കെ മേടിച്ചാണോ തുടങ്ങേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ചാനലൊന്ന് ഗ്രോ ചെയ്തതിന് ശേഷം മാത്രം നല്ലൊരു ക്യാമറയെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അതുവരെ നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാം. ഞാനുൾപ്പെടെ ഒരുപാട് പേര് മൊബൈലിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ വീഡിയോ കോൾ ശ്രദ്ധിക്കേണ്ടെന്നല്ല പറയുന്നത്. മൊബൈലിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഷേക്കില്ല വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനൊരു ഗിംബലോ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ എന്നൊക്കെ പറയാം, അതൊരു വാങ്ങിക്കുക. പിന്നെ ഇതിലൊന്നുമല്ല കാര്യം, കണ്ടന്റിലാണ് കാര്യം. ഏറ്റവും കൂടുതൽ നല്ല കണ്ടന്റും മെസ്സേജും കൊടുക്കാൻ സാധിച്ചാൽ, കൺസിസ്റ്റൻ്റ്ലി കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ചാനൽ എന്തെങ്കിലും ഗ്രോ ആവും.
ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ട് കണ്ടന്റ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാറുണ്ട്. അപ്പൊ കേട്ടല്ലോ ഇവരെല്ലാവരും പറഞ്ഞത്. എന്തിനി മടിച്ചു നിൽക്കണം? വ്ളോഗിംഗ് രംഗത്ത് നമുക്കൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാം. നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ലൊരു മാധ്യമമാണ് യൂട്യൂബ്. യൂട്യൂബിലേക്ക് കടന്നു വരാൻ അത്ര അധികം കാശുകളോ കാര്യങ്ങളോ ഒന്നും മുടക്കണ്ട. ഇതുപോലുള്ള പ്രയോജനപരമായുള്ള വീഡിയോകൾ ഇനിയും കാണുവാൻ തീർച്ചയായും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, ശരത്. Won't change a thing now, there was never trust.